മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് തിലകൻ. ക്യാരക്ടർ റോളുകളിൽ അന്നും ഇന്നും തിലകന് പകരം വെക്കാൻ മറ്റൊരു നടനും സാധിച്ചിട്ടില്ല. എന്നാൽ തിലകന്റെ അവസാന കാലങ്ങളിൽ മലയാളത്തിലെ വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും തിലകനുമായി തർക്കങ്ങളിലാണെന്ന് മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. അത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് തിലകന്റെ മകൻ ശോഭി തിലകൻ. ഇപ്പോൾ തിലകൻ മിംസ് ആശുപത്രിയിൽ ക്രിട്ടിക്കലായി കിടന്നപ്പോൾ മമ്മൂട്ടിയും ദുൽഖറും കാണാൻ വന്നിരുന്നുവെന്ന് ശോഭി തിലകൻ പറഞ്ഞു. എന്നാൽ അവർക്ക് തിലകനെ കാണാൻ സാധിച്ചിരുന്നില്ലെന്നും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറുമായി മമ്മൂട്ടി സംസാരിച്ചത് തനിക്ക് ഇന്നും ഓർമ്മയുണ്ടെന്നും ശോഭി തിലകൻ കൂട്ടിച്ചേർത്തു. തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളാണ് അദ്ദേഹമെന്നും പഴയതുപോലെ തിരിച്ചു തരണമെന്നും മമ്മൂട്ടി ഡോക്ടറോട് പറഞ്ഞത് തനിക്ക് ഇന്നും ഓർമ്മയുണ്ടെന്നാണ് ശോഭി തിലകൻ പറയുന്നത്. മാധ്യമങ്ങൾ പറയുന്നത് പോലെ അവർ തമ്മിൽ യാതൊരു ശത്രുതയുമില്ലെന്നും മമ്മൂട്ടിക്ക് എല്ലാ കാലത്തും തിലകനോട് ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നുവെന്നും ശോഭി തിലകൻ കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിലാണ് ശോഭി തിലകൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അച്ഛൻ മരിക്കുന്നതുവരെ മമ്മൂക്കയും അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു, അല്ലാതെ വേറൊന്നുമില്ല എന്നും ശോഭി വ്യക്തമാക്കി. അതേസമയം ഒരു നടനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാകാരനെ കുറിച്ചോ കൊള്ളാമെന്നോ ഇല്ല എന്നോ പറയുന്ന സ്വഭാവം അച്ഛന് കുറവാണെന്നും താരം വ്യക്തമാക്കി. എന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം അവാർഡ് ലഭിക്കുന്നത് പഴശ്ശിരാജ എന്ന ചിത്രത്തിനാണ്. അതേ സിനിമയിൽ തന്നെ അച്ഛനും അഭിനയിച്ചിട്ടുണ്ട്. ഒരു മകന് അവാർഡ് കിട്ടിയാൽ ആ കുടുംബത്തിലെ പ്രതികരണം എന്തായിരിക്കും? അവർ അത് വൻ ആഘോഷമാക്കി മാറ്റും. എന്നാൽ എന്റെ കാര്യത്തിൽ എനിക്ക് അവാർഡ് ലഭിച്ച കാര്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് അറിയിക്കുകയായിരുന്നു. എന്നൊരു മറുപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ അച്ഛന്മാരെ പോലെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ മറുപടി. പക്ഷെ എനിക്ക് ആ മറുപടി മതിയായിരുന്നു. അച്ഛൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമ്മളെ അഭിനന്ദിച്ച് പറയുകയില്ല. ഞാൻ അഹങ്കരിച്ചു പോയാലോ എന്നതാണ് അതിന്റെ കാരണം. പക്ഷെ ഞാനില്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്നെ കുറിച്ച് പറയും. പഴശ്ശിരാജ എന്ന സിനിമയിൽ എടച്ചേന കുങ്കൻ എന്ന കഥാപാത്രത്തിന് എന്നെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കാനായി ഹരിഹരൻ സാറിനോട് ഉറപ്പ് കൊടുത്തത് അച്ഛനാണ്. മാങ്കൊമ്പ് ഗോപാലകൃഷ്ണ സാറാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഹരിഹരൻ സാറിന് ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഡബ്ബിങ്ങിനെത്തുന്നത്. ശോഭിയെ കൊണ്ട് ശരത് കുമാറിനെ ഡബ്ബ് ചെയ്യിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹരിഹരൻ സാറിനോട് പറഞ്ഞപ്പോൾ അവൻ അത് ചെയ്യും, കറക്റ്റ് ആയിരിക്കുമെന്നായിരുന്നു അച്ഛന്റെ മറുപടി. ആ മറുപടിയിലൂടെയാണ് എനിക്ക് അവസരവും തുടർന്ന് അവാർഡും ലഭിക്കുന്നത്. ആ സാഹചര്യത്തിൽ അച്ഛൻ എന്ന് മൂളുകയും വേണ്ടതില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്നും ശോഭി തിലകൻ പറയുന്നു. എന്തായാലും പലപ്പോഴായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന ഒന്നാണ് മമ്മൂട്ടിയും തിലകനുമായി തർക്കത്തിലാണ് എന്നുള്ളത്. അതിനുള്ള ഉത്തരം തന്നെയായിരുന്നു ശോഭി തിലകന്റെ ഈ പ്രതികരണം. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.